ICSE ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഒരു മോക്ക് ടെസ്റ്റാണ് നടത്തുന്നത്. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട കേരള PSC പലപ്പോഴായി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 50 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയത്. ഈ 50 ക്വസ്റ്റ്യൻസും എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കും നിങ്ങൾക്കുള്ള ഒരു ചോദ്യവും ഇതിൽ പറയുന്നുണ്ട്. അതിനുള്ള ഉത്തരവും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം ഏതാണ്? ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 1856 ഓഗസ്റ്റ് 20-നാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. രണ്ടാമത്തെ ചോദ്യം, കുട്ടിക്കാലത്ത് കുമാരൻ എന്ന് അറിയപ്പെട്ടിരുന്നത് ആരാണ്? കുട്ടിക്കാലത്ത് കുമാരൻ എന്ന് അറിയപ്പെട്ടത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി പൊയ്കയിൽ യോഹന്നാൻ. മൂന്നാമത്തെ ചോദ്യം, ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ. നാലാമത്തെ ചോദ്യം, സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം ഏതാണ്? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 1907. അഞ്ചാമത്തെ ചോദ്യം, സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ വക്കം മൗലവി. ആറാമത്തെ ചോദ്യം, ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആനന്ദ മഹാസഭ. ഏഴാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ VT ഭട്ടതിരിപ്പാട് എഴുതിയ നാടകം ഏതാണ്? താഴെ പറയുന്നവയിൽ VT ഭട്ടതിരിപ്പാട് എഴുതിയ നാടകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. എട്ടാമത്തെ ചോദ്യം, 1904 അയ്യങ്കാളി അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ്? 1904 അയ്യങ്കാളി അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി വെങ്ങാനൂർ. ഒൻപതാമത്തെ ചോദ്യം, റെഡിമർ ബോട്ട് ദുരന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റെഡിമർ ബോട്ട് ദുരന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ കുമാരനാശാൻ. പത്താമത്തെ ചോദ്യം, തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ താഴ്ന്ന ജാതിക്കാരൻ ആരാണ്? തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ താഴ്ന്ന ജാതിക്കാരൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി അയ്യങ്കാളി. 11ാമത്തെ ചോദ്യം, ചട്ടമ്പി സ്വാമികൾക്ക് ആത്മീയ ജ്ഞാനം ലഭിച്ച സ്ഥലം ഏതാണ്? ചട്ടമ്പി സ്വാമികൾക്ക് ആത്മീയ ജ്ഞാനം ലഭിച്ച സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ വടവീശ്വരം. 12ാമത്തെ ചോദ്യം, ജന്മദിനവും സമാധി ദിനവും കേരള ഗവൺമെൻറ് ഔദ്യോഗിക അവധിയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകൻ ആരാണ്? ജന്മദിനവും സമാധി ദിനവും കേരള ഗവൺമെൻറ് ഔദ്യോഗിക അവധിയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. 13ാമത്തെ ചോദ്യം, കൊച്ചി മഹാരാജാവ് കവി തിലകം പട്ടം നൽകി ആദരിച്ചത് ആരാണ്? കൊച്ചി മഹാരാജാവ് കവി തിലകം പട്ടം നൽകി ആദരിച്ചത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ ബി പണ്ഡിറ്റ് കറുപ്പൻ. 14ാമത്തെ ചോദ്യം, ദർശനമാല ആരുടെ കൃതിയാണ്? ദർശനമാല ആരുടെ കൃതിയാണ്? ഉത്തരം ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. 15ാമത്തെ ചോദ്യം, കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിളിച്ചത് ആരാണ്? കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിളിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ജോസഫ് മുണ്ടശ്ശേരി. 16ാമത്തെ ചോദ്യം, വക്കം മൗലവി അന്തരിച്ച വർഷം ഏതാണ്? വക്കം മൗലവി അന്തരിച്ച വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ സി 1932. 17ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുവിന് ആത്മീയ ജ്ഞാനം ലഭിച്ച സ്ഥലം ഏതാണ്? ശ്രീനാരായണ ഗുരുവിന് ആത്മീയ ജ്ഞാനം ലഭിച്ച സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി മരുത്വാമല. 18ാമത്തെ ചോദ്യം, തൈക്കാട് അയ്യയുടെ ശിഷ്യനായിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? തൈക്കാട് അയ്യയുടെ ശിഷ്യനായിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്?
ഉത്തരം ഓപ്ഷൻ എ സ്വാതി തിരുനാൾ. 19ാമത്തെ ചോദ്യം, കുമാരനാശാൻ്റെ പ്രരോദനം ആരുടെ മരണത്തിൽ മനം നൊന്ത് എഴുതിയതാണ്? കുമാരനാശാൻ്റെ പ്രരോദനം ആരുടെ മരണത്തിൽ മനം നൊന്ത് എഴുതിയതാണ്? ഉത്തരം ഓപ്ഷൻ ബി AR രാജരാജവർമ്മ. 20ാമത്തെ ചോദ്യം, പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി പൊയ്കയിൽ കുമാര ഗുരുദേവൻ. 21ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ നമ്പൂതിരി നവോത്ഥാനവുമായി ബന്ധപ്പെട്ട നാടകം ഏതാണ്? താഴെ പറയുന്നവയിൽ നമ്പൂതിരി നവോത്ഥാനവുമായി ബന്ധപ്പെട്ട നാടകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി തൊഴിൽ കേന്ദ്രത്തിലേക്ക്. 22ാമത്തെ ചോദ്യം, അൽ ഇസ്ലാം മാസിക ആരംഭിച്ചത് ആരാണ്? അൽ ഇസ്ലാം മാസിക ആരംഭിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി വക്കം മൗലവി. 23ാമത്തെ ചോദ്യം, സനാതന ധർമ്മം മാസിക പ്രസിദ്ധീകരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി NSS. 24ാമത്തെ ചോദ്യം, കുമാരനാശാൻ മരണപ്പെട്ട വർഷം ഏതാണ്? കുമാരനാശാൻ മരണപ്പെട്ട വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ 1924. 25ാമത്തെ ചോദ്യം, പണ്ഡിറ്റ് കറുപ്പന് 1913 വിദ്വാൻ പദവി നൽകിയത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പന് 1913 വിദ്വാൻ പദവി നൽകിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. 26ാമത്തെ ചോദ്യം, സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിച്ചത് ആരാണ്? സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി പണ്ഡിറ്റ് കറുപ്പൻ. 27ാമത്തെ ചോദ്യം, ആത്മോപദേശ ശതകം എഴുതിയത് ആരാണ്? ആത്മോപദേശ ശതകം എഴുതിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. 28ാമത്തെ ചോദ്യം, ഡോക്ടർ പൽപ്പു ജനിച്ച സ്ഥലം ഏതാണ്? ഡോക്ടർ പൽപ്പു ജനിച്ച സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ എ പേട്ട. തിരുവനന്തപുരത്തെ പേട്ടയിലാണ് ഡോക്ടർ പൽപ്പു ജനിച്ചത്. 29ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാണ്? ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ശ്രീലങ്ക. 30ാമത്തെ ചോദ്യം, കുമാരനാശാന് മദ്രാസ് യൂണിവേഴ്സിറ്റി മഹാകവി പദവി നൽകിയ വർഷം ഏതാണ്? കുമാരനാശാന് മദ്രാസ് യൂണിവേഴ്സിറ്റി മഹാകവി പദവി നൽകിയ വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ 1922. 31ാമത്തെ ചോദ്യം, മാംസനിബന്ധമല്ല രാഗം എന്ന് പറയുന്ന കുമാരനാശാൻ്റെ കൃതി ഏതാണ്? മാംസനിബന്ധമല്ല രാഗം എന്ന് പറയുന്ന കുമാരനാശാൻ്റെ കൃതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ലീല. 32ാമത്തെ ചോദ്യം, ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ഭൗതികാവശിഷ്ടം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ഭൗതികാവശിഷ്ടം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി മന്നാനം. 33ാമത് ചോദ്യം, ഓരോ പള്ളിക്കും ഒപ്പം ഓരോ സ്കൂൾ നിർമ്മിക്കണമെന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരാണ്? ഓരോ പള്ളിക്കുമൊപ്പം ഓരോ സ്കൂൾ നിർമ്മിക്കണമെന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ചവറ കുര്യാക്കോസ് ഏലിയാസ്. 34ാമത് ചോദ്യം, അയ്യാസ്വാമി ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അയ്യാസ്വാമി ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ തിരുവനന്തപുരം. 35ാമത് ചോദ്യം, ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജൻ എന്നും തിരുവിതാംകൂർ ഭരണത്തെ അനന്തപുരത്തെ നീചൻ എന്നും വിളിച്ചത് ആരാണ്? ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജൻ എന്നും തിരുവിതാംകൂർ ഭരണത്തെ അനന്തപുരത്തെ നീചൻ എന്നും വിളിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമികൾ. 36ാമത് ചോദ്യം, ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന് സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ. 37ാമത് ചോദ്യം, മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ബ്രഹ്മാനന്ദ ശിവയോഗി. 38ാമത് ചോദ്യം, കേരളം പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയ ഭൂമിയാണെന്ന വാദത്തെ ഖണ്ഡിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ പുസ്തകം ഏതാണ്?
കേരളം പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയ ഭൂമിയാണെന്ന വാദത്തെ ഖണ്ഡിക്കുന്ന ചട്ടമ്പിസ്വാമികളുടെ പുസ്തകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി പ്രാചീന മലയാളം. 39ാമത് ചോദ്യം. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ സർവമത സമ്മേളനം നടന്ന വർഷം ഏതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആലുവയിൽ അദ്വൈതാശ്രമത്തിൽ സർവമത സമ്മേളനം നടന്ന വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 1924. 40ാമത് ചോദ്യം. 90-ാം ആണ്ട് ലഹള എന്ന് അറിയപ്പെടുന്നത് ഏത് ലഹളയാണ്? 90-ാം ആണ്ട് ലഹള എന്ന് അറിയപ്പെടുന്നത് ഏത് ലഹളയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഊരൂട്ടമ്പലം ലഹള. 41ാമത്തെ ചോദ്യം. വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് സവർണ ജാഥ നയിച്ചത് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് സവർണ ജാഥ നയിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ മന്നത്ത് പത്മനാഭൻ. 42ാമത് ചോദ്യം. വിവേകോദയം മാസികയുടെ ആദ്യ എഡിറ്റർ ആരാണ്? വിവേകോദയം മാസികയുടെ ആദ്യ എഡിറ്റർ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി കുമാരനാശാൻ. 43ാമത് ചോദ്യം. ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനം എന്നാണ്? ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനം. ഉത്തരം ഓപ്ഷൻ ബി 1853. 1853 ഓഗസ്റ്റ് 25-നാണ് അദ്ദേഹം ജനിച്ചത്. ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തിയെന്ന് പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തിയെന്ന് പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ സരോജിനി നായിഡു. 45ാമത്തെ ചോദ്യം. കുമാരനാശാൻ്റെ വീണപ്പൂവ് ഏത് പ്രസിദ്ധീകരണത്തിലാണ് ആദ്യം അച്ചടിച്ചത്? കുമാരനാശാൻ്റെ വീണപ്പൂവ് ഏത് പ്രസിദ്ധീകരണത്തിലാണ് ആദ്യം അച്ചടിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി മിതവാദി. 46ാമത്തെ ചോദ്യം. സമകാലിക ജാതി വ്യവസ്ഥയെ വിമർശിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി ഏതാണ്? സമകാലിക ജാതി വ്യവസ്ഥയെ വിമർശിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ജാതിക്കുമ്മി. 47ാമത് ചോദ്യം. 1887 ദീപിക പത്രത്തിന് തുടക്കമിട്ടത് ആരാണ്? 1887 ദീപിക പത്രത്തിന് തുടക്കമിട്ടത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ഫാദർ ഇമ്മാനുവൽ നിതിരി. 48ാമത് ചോദ്യം. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? ഇതാണ് നിങ്ങൾക്കുള്ള ചോദ്യം വരുന്നത്. ഓപ്ഷൻസ് നോക്കാം. വൈകുണ്ഠസ്വാമി, തൈക്കാടയ്യ, അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു. ഇതിൽ സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? ഇതിൻ്റെ ഉത്തരം എല്ലാവരും കമൻറ്റുകളായി പറയുക. 49ാമത് ചോദ്യം. ശൈവപ്രകാശിക സഭ സ്ഥാപിച്ചത് ആരാണ്? ശൈവപ്രകാശിക സഭ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി തൈക്കാടയ്യ. 50ാമത് ചോദ്യം. ആനന്ദ ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആനന്ദ ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ബ്രഹ്മാനന്ദ ശിവയോഗി. ഈ വീഡിയോയിൽ 50 ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.